നടി എന്നതിലുപരി ഏറെ ആരാധകരുള്ള അവതാരകയാണ് രഞ്ജിനി ഹരിദാസ്. സാമൂഹിക വിഷയങ്ങൾ തന്റേതായ നിലപാടുകൾ വ്യത്യസ്തമായ ശൈലിയിൽ അവതരിപ്പിക്കുന്നയാളുമാണ് രഞ്ജിനി ഹരിദാസ്. മൃഗസ്നേഹിയും മൃഗസംരക്ഷകയും എന്ന നിലയിൽ സാമൂഹിക പ്രവർത്തനങ്ങളിലും രഞ്ജിനി ഭാഗമാണ്. ഐഡിയ സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോ വൻ വിജയത്തിന് പിന്നിൽ രഞ്ജിനിയുടെ അവതരണവും ഒരു കാരണമാണ്. ഐഡിയ സ്റ്റാർ സിംഗറാണ് രഞ്ജിനിയെ മലയാളികൾക്ക് സുപരിചിതയാക്കിയതും. അതുവരെയുള്ള പതിവ് അവതരണ ശൈലിയിൽ നിന്നും വളരെ വ്യത്യസ്തയായിരുന്നു രഞ്ജിനിയുടേത്. കൂടുതലും ഇംഗ്ലീഷും മലയാളവും കലർന്ന സംസാരമായിരുന്നു താരത്തിൻ്റേത്. തുടക്കത്തിൽ രഞ്ജിനിയുടെ അവതരണം അരോചകമായി പ്രേക്ഷകർക്ക് തോന്നിയിരുന്നു. എന്നാൽ പിന്നീട് പ്രേക്ഷകരും അത് ഇഷ്ടപ്പെട്ടു തുടങ്ങുകയായിരുന്നു. ഐഡിയ സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ രഞ്ജിനിയുടെ മുഖമാണ് പ്രേക്ഷകർക്ക് ഓർമ്മ വരിക. ബിഗ് ബോസ് മലയാളം സീസൺ 6 രഞ്ജിനിയുടെ ഉറ്റ സുഹൃത്തായ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി ദാസും പങ്കെടുത്തിരുന്നു. 2 ആഴ്ച മുമ്പാണ് ജാൻമണി ഷോയിൽ നിന്ന് വോട്ടിലെ കുറവ് മൂലം പുറത്തായത്. രഞ്ജിനിയെ ഏത് ഫംഗ്ഷനും മേക്കപ്പ് ചെയ്യുന്നത് ജാൻമണി ദാസ് ആണ്. ഇപ്പോഴിതാ ഹൗസിൽ നിന്ന് തിരികെ വന്ന ജാൻമണി ദാസുമായി രഞ്ജിനി ഒരു ചാറ്റ് ഷോ നടത്തി. അത് ഷൂട്ട് ചെയ്ത് രഞ്ജിനി സ്വന്തം യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. ആ ചാറ്റിൽ ജാൻമണിയുമായി സംസാരിക്കവേ രഞ്ജിനി പറഞ്ഞ ചില കാര്യങ്ങളാണ് വൈറലാകുന്നത്. ഷോയിൽ സംസാരിക്കുന്ന സമയത്ത് മോഹൻലാൽ പോലും ഒരു വാക്ക് തെറ്റായാണ് ഉച്ചരിക്കുന്നതെന്നും അങ്ങനെയൊരു വാക്ക് ഡിക്ഷണറിയിൽ പോലും ഇല്ലെന്നാണ് രഞ്ജിനി പറയുന്നത്. ബിഗ് ബോസ് ഹൗസിൽ ഫേവറിസം ഉണ്ട് എന്ന് ജാൻമണി പറഞ്ഞപ്പോഴാണ് രഞ്ജിനി ഇടപെട്ട് സംസാരിച്ച് തുടങ്ങിയത്. എന്താണ് ഫേവറിസമോ? അങ്ങനെയൊരു വാക്ക് ഡിക്ഷണറിയിലില്ല. ലാലേട്ടൻ പോലും ഫേവറിസം എന്നാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് അതിൽ പ്രശ്നമുണ്ട്. അത് ഫേവറിസം അല്ല, ഫേവറൈറ്റിസം ആണെന്നാണ് രഞ്ജിനി ഹരിദാസ് പറയുന്നത്. വീണ്ടും ജാൻമണി ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ രഞ്ജിനി തിരുത്തുന്നതും വീഡിയോയിൽ കാണാം.